ബാക്ക് പാക്കർ അരുണിമ ബ്രേവ് ആയിട്ടുള്ള കറേജസ് ആയിട്ടുള്ള ഈ ഒരു ട്രാവൽ ബ്ലോഗറിനെ അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ ഈ സിംഗപ്പൺ എന്നൊക്കെ സിനിമകളിലൂടെ പറയുമെങ്കിൽ പോലും റിയൽ ലൈഫിൽ ഒരു സിംഗപ്പൺ തന്നെയാണ് ഈ ബാക്ക് പാക്കർ അരുണിമ. അപ്പം റീസെൻ്റ്ലി സിംബാബ്വേയിലുള്ള സംബേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വിക്ടോറിയ വാട്ടർഫാൾസിലേക്ക് പോയിട്ടുള്ള ഒരു വ്ലോഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെയ്തേക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഒരാളും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരാളും ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ ഭയക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ തോന്നും. അതുപോലത്തുള്ള കുറേ കാര്യങ്ങളാണ് പുള്ളിക്കാരി ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്തിലെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, നമ്മുടെ നാട്ടിലെ മലയാളികൾ ഒരാളെയും വളർത്താൻ അനുവദിക്കില്ല, പകരം തളർത്താനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ശ്രമിക്കും. അങ്ങനെയാണ് മലയാളികൾ. കാര്യം പല മലയാളികളുടെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പം ഈ ഒരു ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പല ആളുകളും ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണെങ്കിലും സഞ്ചരിക്കുന്നവരാണെങ്കിൽ പോലും പലരും ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കൂടുതലും ലിഫ്റ്റ് അടിച്ചിട്ടായിരിക്കും പോകുക. അപ്പോൾ ഈ ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് അവിടെയുള്ള പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അപ്പം കുറേ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും. ആ എക്സ്പീരിയൻസ് നമ്മളിലേക്ക് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഈ ബാക്ക് പാക്കർ അരുണിമ അവിടെ സംബിയയിൽ ചെന്നിട്ട് ഒരു ലിഫ്റ്റ് അടിക്കുന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച് ഒരു വണ്ടിയിൽ കയറിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അതിവിടെ ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ വേറൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ആള് ലിവിങ് സ്റ്റോണിലേക്കാണ് പോകുന്നത്. ആളും ബോട്സ്വാന വഴി സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് കടന്നുറങ്ങുമെന്ന് പറഞ്ഞു. മേ ബി ഞാൻ ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും കടന്നുറങ്ങുന്നത്. ആളോട് സംസാരിച്ച് നോക്കണം. കാരണം അദ്ദേഹം ഇവിടെ മുകളില് കിടക്കാനുള്ള സ്ഥലമുണ്ട്, താഴെയും കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പുതയ്ക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഹായ്, ഹൗ ആർ യു? I'm fine. How are you? Thank you so much for the lift. No problem. It was so much cold. You see, I was like, it was like shivering. അപ്പൊ ഒരു പാവം പുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആ ഒരു കാട് പോലത്തെ ഏരിയ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 സൈഡിലും ബുഷാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ചപ്പോഴാണ് ആളെനിക്ക് ലിഫ്റ്റ് തന്നത്. അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ കയറി. ഇപ്പൊ ഞാൻ ഇന്ന് കയറിയ എല്ലാ വണ്ടി നല്ല അടിപൊളി വണ്ടികളാണ്. ഇന്ന് രാത്രി അപ്പം ഞാൻ ഇവിടാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരൻ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചു. സോ ഞാനിതേ ഈ ഒരു ബിസ്ക്കറ്റ് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കയറി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെന്ന് പോട്ട് ഇവിടുത്തെ പുരുഷന്മാർ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഒരാളുടെ കൂടെ ലിഫ്റ്റ് അടിച്ച് പോകാനെ കൊണ്ട് എന്തോരം ഭയപ്പെടും അല്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലേഡി അവിടെ ഇതുവരെ ചെന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു സ്ഥലത്തേക്ക് അറിയാത്തൊരു വ്യക്തിയുടെ ഒപ്പം ആ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആൻഡ് ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളി ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പുള്ളി ഉറങ്ങും. അപ്പം ഈ പുള്ളി എന്തായാലും ഉറങ്ങുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിയും അവിടെ എവിടെയെങ്കിലും കിടക്കാമെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം ഇതിൻ്റെ താഴെ വന്ന കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ഇട്ടേക്കുന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. നീ രാത്രി ലോറിക്കാരുടെ കൂടെ പോകുന്നത് മുതൽ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് വരെ ലൈവ് ചെയ്യാൻ ധൈര്യമുണ്ടോ? അപ്പോൾ നിന്നെ സമ്മതിക്കാം, നീ പലതും ഒളിച്ചു വെക്കുന്നു. അപ്പം ഇത് വലിയ തരക്കേടില്ലാത്തൊരു കമൻറ്റാണ്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു കമൻറ്റാണിത്. അപ്പോൾ ഇവർക്കുള്ളൊരു സംശയമാണ് അവിടെ പോയിട്ട് ഇവർ എന്താ പറയുക ക്യാമറയിലൂടെ കാണിക്കാത്ത പല കാര്യങ്ങളും അവരവിടെ ചെയ്യുന്നുണ്ട്, മറിക്കുന്നുണ്ട്, മറ്റേതാണ് മറിച്ചാണ്. ഇഫ് അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലം? അങ്ങനെ ചെയ്യുന്നു എന്ന് മീൻസ് അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ കാണിക്കുന്നില്ല. ഇഫ് അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രോബ്ലം? അവരുടെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണുന്നത് പോലെയുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ ഷെയർ ചെയ്യാം. പക്ഷേ അവരുടെ പ്രൈവറ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നും അത് നിങ്ങളെ ഇപ്പോൾ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാവർക്കും പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, പിന്നെ അവിടെ എന്തെങ്കിലും ഒളിച്ച് വെക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പുള്ളിക്കാരിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്നിങ്ങനെ ഗസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? പിന്നെ പരിചയമില്ലാത്ത ലോറി ഡ്രൈവർക്കൊപ്പം കിടന്നുറങ്ങിയ പെണ്ണെ, സോ വാട്ട്? ഒരാളുടെ ഒപ്പം കിടന്നുറങ്ങി എന്ന് പറയുന്നത് അവരൊരിക്കലും സെക്സിൽ ഏർപ്പെട്ടു എന്നുള്ളതല്ല. ഇപ്പോഴും ചില എന്താ പറയുക മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകൾ ആ ഒരു കണ്ണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ഓക്കെ, പിന്നെ തുള വലുതായിട്ടുണ്ടാവും, അട്ട കയറാതെ നോക്കണം. എടി എന്തുവാണ് ഈ ഇട്ടേക്കുന്നേ? ഇവരൊക്കെ നല്ല സ്വഭാവം ആണല്ലേ എൻ്റെ പൊന്നെ, നമ്മുടെ നാടും ആണെങ്കിൽ തീർന്നു. ഓ പാവം മനുഷ്യർ, കളറല്ല മനുഷ്യൻ്റെ ഉള്ളിലെ മനസ്സാണ് നല്ലത്. ഓക്കെ, അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ നിറമല്ല, അവരുടെ എല്ലാം കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളല്ലേ, അവരുടെ നിറമല്ല, അവരുടെ മനസ്സ് കുറച്ച് വെള്ളയാണ്, മനസ്സിനകത്ത് കുറച്ച് നിറമുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പം വളരെ സേഫായിട്ട് ആ ഒരു ലേഡിയെ നോക്കിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പറയാം
ഒരു ലേഡി ഇപ്പം നിങ്ങളുടെ അടുത്ത് രാത്രി കാലത്ത് ഇതുപോലൊരു ലിഫ്റ്റ് അടിച്ച കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കാണുന്ന ഒരു രീതി ഉണ്ടായിരിക്കും, ഇവളെ നൈസായിട്ടൊന്ന് ട്യൂൺ ചെയ്യാം, എന്തെങ്കിലും പരിപാടി നടക്കുമായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്താഗതി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ പറ്റുന്നത്. നമ്മളൊരിക്കലും ലൈഫിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഇടുന്നത്. അപ്പം ആദ്യം മാറേണ്ടത് നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ്. അവിടെയുള്ള ആളുകൾ അവരുടെ നിറം കറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും വേണ്ടാത്ത പരിപാടി ചെയ്യുന്നു എന്നുള്ളതല്ല. അതിനുശേഷമാണെങ്കിൽ ബാക്ക് പാക്കർ അരുണിമ വിക്ടോറിയ ഫോൾസിലേക്ക് പോയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതുകൂടെ ഞാനിവിടെ പ്ലേ ചെയ്യുന്നിട്ട് ബാക്കി സംസാരിക്കാം. ഫസ്റ്റ് ഡേ ഒരു പുള്ളിക്കാരി പൊക്കോണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് കിടക്കും. ആ ഒരു കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, ആൾ അവിടെ നിന്നിട്ട് താഴെ നിന്നിട്ട് കാല് പിടിക്കും, നമ്മളെ കിടക്കും. അങ്ങനെയാണ് കിടക്കുക. അപ്പോൾ എന്താ പറയുക, ആൾക്ക് സേഫ്റ്റി ഉണ്ട്. കാരണം ആൾ ഒരു റോപ്പിൽ ആളുടെ ശരീരത്തിൽ കെട്ടി വെച്ചിട്ട് നമ്മളെ സേഫ്റ്റി എന്ന് പറയുന്നത് അവർ നമ്മളെ പിടിക്കുന്നതിനനുസരിച്ചാണ് നമ്മളുടെ സേഫ്റ്റി വരുന്നത് കേട്ടോ. ഫുള്ള് റെയിൻബോ ആണ്, എവിടെ നോക്കിയാലും റെയിൻബോസ് ആണ്. പിന്നെ ഗൈഡെല്ലാം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കും, അതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം കറക്റ്റായിട്ട്. അങ്ങനെ ഞാനും പോവാണ്. ആ ഒരു ഗൈഡിൻ്റെ കൈ പിടിച്ചാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ നെഞ്ചെല്ലാം കിടന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെ കാരണം പിന്നെ ഞാനങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് നല്ല റിസ്ക്കാണ്, പക്ഷേ എന്താ പറയുക, ഒരാഗ്രഹം കൊണ്ട് പോകുന്നതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല അടിപൊളി വ്യൂ എല്ലാം കേട്ടോ, നൈസാണ്. വീഡിയോ ഒന്നും നേരം പോലെ അവരെടുക്കാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ ഫോണൊക്കെ ആ പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോണും ക്യാമറയൊക്കെ അവർ എടുത്തിട്ട് അവരാണ് വീഡിയോയിൽ എടുത്തു തരിക. അപ്പോൾ എനിക്കാണെങ്കിൽ പേടിയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നൊന്നും അവർ കേൾക്കാനൊന്നും റെഡി ആവില്ല. എഡ്ജ് എത്താറായപ്പോഴേക്കും എനിക്ക് ടെൻഷനായിട്ടോ. നോക്കി എത്ര വെള്ളമെന്ന്, ഭയങ്കര ഒഴുക്കിലാണ് പോകുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല എന്ന് പറയാം, അത്രക്കും റിസ്ക്കാണ്. എനിക്ക് പിന്നെ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. ഞാനിപ്പോൾ 2 കൈയൊക്കെ പിടിച്ചിട്ടിട്ട് ആളിപ്പുറം നിന്നിട്ട് പിടിക്കുന്നുണ്ട്, അപ്പുറമുണ്ട്. എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഇല്ല, ഒന്ന് പോയാൽ പോയി, എന്നെ കൊണ്ട് പോകും ആൾ. പേടിച്ചിട്ട് ഞാൻ പകുതി ചത്തുപോകും. അവിടെ പോയിട്ട് ഞാൻ കിടന്നില്ല, എല്ലാ ആളുകളും കിടക്കുന്നുണ്ട്, ഞാൻ മാത്രം കിടക്കാതിരുന്നത്. എനിക്ക് കിടക്കാൻ പേടിയായിരുന്നു, കാരണം ഏറ്റവും അറ്റത്ത് പോയിട്ട് നമുക്ക് കിടക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു ആൾ കാല് പിടിക്കുന്ന ഒരു സേഫ്റ്റി മാത്രമാണ്. സോ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ കിടന്നില്ല. നോക്കി നിൽക്കും തോറും ഇതിന് കൂടുതൽ ഭംഗി തോന്നും. എന്ത് രസമാണ് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഓരോ ആളുകളായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ റെയിൻബോ ബാക്കിലുള്ളതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടുന്നവരൊക്കെ കാണാൻ കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവിടെ കണ്ട അറ്റത്ത് പോയി കിടക്കുന്നത്, അങ്ങനെ കൈ വീശി കിടക്കുവാണ്, വേറെ പ്രൊട്ടക്ഷനൊന്നും ഇല്ല. ആ കാല് ആൾ പിടിച്ചേക്കുക, കാല് വിട്ട് കഴിഞ്ഞാൽ തീർന്നു, ഏറ്റവും എഡ്ജിലാണ് പോയി കിടക്കുന്നത്. അങ്ങനെ കിടക്കാനാണ് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കിടക്കാഞ്ഞ്. ഇവിടെ വന്ന എല്ലാ ആളുകളും ആ അറ്റത്ത് പോയിട്ട് അങ്ങനെ കിടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ മാത്രമാണ് പോവാതിരുന്നത് കേട്ടോ. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ ലൈഫ് റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഹാപ്പിയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടു. ഈ ഒരു വാട്ടർഫാളിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു റിസ്ക് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത്രത്തോളം റിസ്കിൽ പോയിട്ട് ഭയങ്കര ബ്രേവായിട്ട് കറേജസ് ആയിട്ടുള്ള ഇത്രയും ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പോയി നിൽക്കാനും ഇതുപോലെ പിന്നീട് വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പം അവിടെ പോയിട്ട് ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടാണ് പല ആൾക്കാർക്കും വലിയ ശുഷ്കാന്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇത്ര ലെങ്തിൽ വീഡിയോ വെച്ചത് അതിനകത്തിലെ ആ ഒരു എത്രത്തോളം എന്താ പറയുക ഇൻറ്റൻസിറ്റി ആ ഒരു വീഡിയോക്കകത്ത് അല്ലെങ്കിൽ അവിടെ അവരെ നിൽക്കുന്ന കാര്യത്തിനുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്ര ലെങ്തിൽ ഞാനത് വെച്ചേക്കുന്നത്. ഇനി അതിനകത്തുള്ള കുറച്ച് കമൻറ്റ് ബോക്സിലോട്ട് പോവാം. ഓ എന്നാ ചന്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത്. ഇങ്ങനത്തെ ഒക്കെ കമൻറ്റിനൊക്കെ ആണെങ്കിൽ പുള്ളിക്കാർ ലൈക്ക് അടിച്ച് ജസ്റ്റ് വിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കുന്ന അരുണിമ നല്ല ഭംഗിയുള്ള ഷഡ്ഡി നിൻ്റെ, അതിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലൈക്ക് അടിച്ച് കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഇങ്ങോട്ട് ഇട്ടേക്കുന്ന കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധനങ്ങളാണ്. ജെട്ടി അരുണിമ, പടക്കം, പിന്നെ പണ്ണാൻ റെഡിയായി നിൽക്കുന്ന വെടി, ഷെഡ്ഡി ഇട്ട് നിൽക്കുന്ന പെണ്ണ്, ആണുങ്ങൾ പിന്നെ എവിടെ നോക്കാം, മനുഷ്യന്മാരെ എങ്ങനെയാണ് നിർമ്മിച്ചതറിയോ, കാശ് തന്നെ എല്ലാത്തിനും പ്രധാനം, മാഹീനെ വിട്ടോ, നല്ല കനമുള്ള കുഞ്ഞായിയാണ് അരിമണിയുടെ, വെടിക്കെട്ടുകാരി, ആൻറ്റിയുടെ മുഖം എല്ലാം വലിഞ്ഞ് വൃത്തികേടായി തുടങ്ങി, ഒരുപാട് വണ്ടികൾ കയറി ഇറങ്ങുന്നത് കൊണ്ടാണ്
ജാഗ്രത. എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ച് പറയുന്നേ? പിന്നെ കുട്ടിയുമല്ല, കുട്ടിക്കളിയുമല്ല. ഒരു കാലത്ത് സ്ത്രീകൾ ട്രാപ്പിൽ പെട്ട് മാത്രമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ നിൽക്കിലേക്ക് എത്തുന്നത്. ശരീര വിടവുകൾ കാണിക്കേണ്ട പോലെ കാണിച്ചാലേ ഡിമാൻഡ് കിട്ടും. ഇവിടെ അത് വ്ലോഗിൽ കൂടെ കാണിക്കുന്നു. എടാ, ഞാൻ അറിയാൻ മേലത്തോണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇത്രയും മണ്ടയ്ക്ക് ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് പട്ടുപാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവുമോ? അല്ലെങ്കിൽ ഒരു സാരി ഉടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവുമോ? പിന്നെ ഈ വിടവുകൾ കാണിക്കുന്ന ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു സാധനമാണ് ഈ സാരി എന്ന് പറയുന്നത്. ഈ സാരി ഉടുക്കുമ്പോൾ ഈ വയറിൻ്റെ വിടവ് കാണൂലേ? പിന്നെ പുറത്ത് ബ്ലൗസ് ഇടുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് ഗ്യാപ്പ് കാണൂലേ? ഇതൊന്നും എന്താ വിടവും കാര്യങ്ങളൊന്നും അല്ലേടി. പിന്നെ എന്ത് തേങ്ങയാണ് പറയുന്നത്? ഒരാളുടെ ഡ്രസ്സിങ്ങിന് അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സല്ലേ എന്തിടണം എങ്ങനെയാണെന്ന് എന്നുള്ളത്. പിന്നെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ പറഞ്ഞ സാരി ഉടുത്തുകൊണ്ട് പോയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി തിരിഞ്ഞ് അല്ലെങ്കിൽ സാരിയുടെ വള്ളി കുരുങ്ങി ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ അവിടെ? ഈ ഒരു ലേഡി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിട്ടുള്ളത്. അപ്പം എല്ലാവരെയും വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ചില സാഹചര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഡ്രസ്സ് ധരിക്കാൻ പറ്റുകയുള്ളൂ. എന്തൊരു വൃത്തിയായിട്ട സ്ത്രീ ഇവൾ. മതം വിട്ടാൽ ഇതാണ് അവസ്ഥ. ഉഫ്, എൻ്റെ പൊണ്ണ്, ഇതിനകത്തും മതവിടെ. സീരിയസ്ലി, ഞാൻ 2 ദിവസം മുന്നേ ആണെങ്കിൽ സിദ്ദിഖയുടെ മകൻ മരിച്ചതിൻ്റെ അതിനകത്താണെങ്കിൽ കുറേ വർഗീയതയും ഇതുപോലത്തെ മതത്തിൻ്റെ സാധനം പിടിച്ചുകൊണ്ട് വന്ന കുറേ ആൾക്കാരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏത് വീഡിയോയുടെ താഴെയാണെങ്കിലും ഒരു നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പേരെവിടെയും ഉണ്ടെങ്കിൽ അവിടെ ഒരു മതത്തെ ചൊല്ലിയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉള്ളതാണ്, കമ്പൽസറിയാണ്. താണ്ട് അടുത്ത് ഒരു മുസ്ലിം പുരുഷൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇവൾ നല്ല സംസ്കാരമുള്ളവളായി മാറുമായിരുന്നു. ഇത് ഭയങ്കര പ്രശ്നമുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കമൻറ്റാണിത്. കാര്യം ഒരു ഹിന്ദു ഭർത്താവിൻ്റെ കൈ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു ഭർത്താവിൻ്റെ കൈ കിട്ടിയാലോ ഈ പറഞ്ഞ സംസ്കാരമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ? ആൻഡ് ഈ കമൻറ്റ് നിങ്ങൾക്ക് സംസ്കാരമുണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ് വാട്ട് യു മീൻ ബൈ സംസ്കാരം? ആ ഒരു ലേഡി അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇട്ടത് അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ധരിച്ചതാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം? പിന്നെ അടുത്തൊരാൾ ശിവ വളർത്തു ദോഷം. എന്തോന്ന് വളർത്തു ദോഷം? ഈ ഒരു ലേഡിയുടെ പേരൻസ് ആണ് ഏറ്റവും അടിപൊളി എന്ന് ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയാണെന്ന് തങ്ങളുടെ മകള് ഒരു വ്യക്തിയാണെങ്കിലും വ്യക്തിത്വത്തിന് ഉടമയാണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടെന്നും അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ടെന്നും അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് അവരെ വിടുന്നത് ഒരിക്കലും അഴിച്ചുവിടലോ അല്ലെങ്കിൽ വളർത്തുദോഷത്തിൻ്റെ ഒന്നും അല്ല. പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത്. അല്ലാതെ കൂട്ടിലടച്ചിട്ട കിളിയെ പോലെ വളർത്തിയിട്ട് ഏതെങ്കിലും സ്ത്രീധനത്തിന് ഒരാളെ കെട്ടിച്ചു കൊടുക്കുന്ന പേരൻസ് ആണോ നിങ്ങൾ പറയുന്ന നല്ല രീതിയിൽ വളർത്തുന്ന ആളുകൾ? പിന്നെ നിങ്ങൾ ഇതൊന്നും അറിയാത്തില്ലെങ്കിൽ ഞാനൊരു ട്രോള് വന്നേക്കുന്ന ഒരു സാധനം കൂടി ഞാൻ വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. തുണിയുടെ അളവും നോക്കി കമൻറ്റിൽ തെറിയും പറഞ്ഞ് നടക്കുന്നവർ അറിയുന്നില്ല ഈ മലയാള പെൺകുട്ടി നിൽക്കുന്നത് ആതിരപ്പള്ളിയുടെ 4 ഇരട്ടി വലിപ്പമുള്ള ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലാണെന്ന്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സാമാന്യ കോമൺ സെൻസ് ഉണ്ടാവുന്ന ആളുകൾക്ക് ഈ സംഭവം പറയുമ്പോൾ മനസ്സിലാവും. കാര്യം ഇത്രയും വലിയൊരു സ്ഥലത്തൊക്കെ പോയിട്ട് ഒരാൾ നിന്ന് ഇത്രയും ധൈര്യത്തോട് പോയി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതൊന്നും അല്ല കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്. നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആർക്കും എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതുവരെ എത്താൻ പോലും കഴിയാത്തൊരു സ്ഥലത്തേക്ക് ആ ഒരു ലേഡി എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേറൊരു സാധനം പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് മര്യാദയ്ക്കൊന്ന് കുളിക്കാൻ പോലും ഇറങ്ങിയിട്ടില്ലാത്ത ആളുകളായിരിക്കും ഈ വന്നിട്ട് ഇമ്മാതിരി കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ, പിന്നെ ഈ ട്രോളിനകത്ത് പറയുന്ന പോലെ തന്നെ ആതിരപ്പള്ളിയുടെ അത്രയും 4 ഇരട്ടി വലിപ്പമുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ ഈ കമൻറ്റ് ആൾക്കാർ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോലും പോയിട്ടുണ്ടാവില്ലടേ. ഇപ്പം എനിക്ക് തന്നെ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ എനിക്ക് ഭയമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേടിയുള്ളൊരു വ്യക്തി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇറങ്ങാതിരിക്കുന്നു എന്നുള്ളതല്ല, പല സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും വലിയൊരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ എഡ്ജിൽ പോയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സാധനമാണ്. അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പ്രശ്നമാണ്. നിങ്ങളും ഈ പറയുന്ന ഈ കമൻറ്റ് ഇട്ട ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം ഈ പറയുന്ന അടുത്തുള്ള കുളത്തിലും തോട്ടിലും ഒക്കെ ചാടാൻ പോയിട്ടില്ലേ? അപ്പം ചാടാൻ പോയിട്ടുള്ളവരുടെ കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന സംസ്കാരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും, മതത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമായിരിക്കും. അല്ലാതെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സാരി ഉടുത്തുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഇതിനകത്ത് ചാടുന്നത്. എന്തുവാണ് ചെയ്ത് നിങ്ങളിനി ഏത് കാലഘട്ടത്താണ് നിങ്ങളുടെയൊക്കെ മെൻറ്റാലിറ്റി മാറുന്നത്? ഒരാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളതല്ല, ആ ചെയ്യുന്നതിൽ അയാളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നത്. കഷ്ടമാണ് ഇതൊക്കെ.